മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും സംയുക്തമായി തളിപ്പറമ്പ് സബ് RTO ഓഫീസ് ഹാളിൽ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചു. ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വാഹന ഉടമകൾക്ക് പിഴത്തുക എളുപ്പത്തിൽ അടച്ച് കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായാണ് തളിപ്പറമ്പ് സബ് RTO ഓഫീസ് ഹാളിൽ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചത്. കോടതികളിലേക്ക് മാറ്റപ്പെട്ട ചലാനുകളും അദാലത്തിൽ അടയ്ക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വാഹന ഉടമകൾക്ക് പിഴത്തുക എളുപ്പത്തിൽ അടച്ച് കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വിവിധ താലൂക്ക് അടിസ്ഥാനത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CN പത്മരാജൻ പറഞ്ഞു. ഫൈൻ വന്നത് നിശ്ചിത സമയം കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകും. വെർച്വൽ കോർട്ടിലേക്ക് പോകുന്നതാണ്. വെർച്വൽ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അത് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വരുന്ന സമയത്ത് അതൊരു ബ്ലാക്ക് ലിസ്റ്റായി പോവുകയും മറ്റ് സേവനങ്ങൾ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ച് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായിട്ട് ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഓരോ താലൂക്കുകളായിട്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും വ്യത്യസ്ത സമയങ്ങളായിട്ട് സംഘടിപ്പിക്കും. അപ്പോൾ ഇന്നിപ്പോൾ തളിപ്പറമ്പ് താലൂക്കാണ്. പയ്യന്നൂർ താലൂക്കിൻ്റെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും അടുത്തടുത്ത താലൂക്കുകളിൽ അതാത് സമയങ്ങളിൽ നടത്തുന്നതാണ്. വിവിധ തരത്തിലുള്ള ചലാനുകൾ പരിശോധിച്ച് പിഴത്തുക അടയ്ക്കുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ അറിയാനുള്ള അവസരം കൂടിയാണ് ഒരുക്കിയത്. UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് മുഖേന മാത്രമാണ് പിഴത്തുക സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.